ചെയ്യുന്നുണ്ട്. ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ശിവദാസൻ, നമസ്കാരം സാർ. നമസ്കാരം. ഇന്നത്തെ എന്താ പറയാ, ഇന്ന് സജീവമായിരുന്ന അദ്ദേഹത്തിന് സാറ് അവിടെ പോകുമ്പോൾ കാണണം, കണ്ണൂരിൽ പോയി നിർബന്ധമായി കാണുകയും വേണം. അദ്ദേഹത്തിന് അനിയന് നമുക്ക് TV കൊടുത്ത് കാണിച്ചു തരുകയും വേണം. എന്റെ ഒരു അപേക്ഷയാണ്. അതെ, ഞാൻ ഒരു ദിവസം നോക്കാം, കൂത്തുമുമ്പ് നോക്കണം. പിന്നെ ഇനി ചർച്ച വിഷയത്തിലേക്ക് വരാം. മാണി ജോസഫ് എന്ന വിഷയമാണ് സാറോട് ഇന്ന് വിഷയം ഇട്ടിട്ടുള്ളത്. മാണി കോൺഗ്രസ് എന്ന് പറഞ്ഞാല് മാണി സാർ നമുക്ക് ചെയ്ത കോൺഗ്രസ് ചെയ്ത സംഭാവനകൾ ഏറെയാണ്. എന്തോ ചില സാഹചര്യങ്ങളിൽ നമ്മൾ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ മകനും ആൾക്കാരും തിരിച്ചു വരെ തന്നെ വേണം, തിരിച്ചു വന്നേ പറ്റൂ. പക്ഷെ മാണി ഈ എസ്.കെ. മാണി ഗ്രൂപ്പ് വന്നില്ലെങ്കിലും പാർട്ടിക്ക് ഒന്നുമില്ല. പക്ഷെ അതല്ല കോൺഗ്രസിന്റെ പാരമ്പര്യം. കോൺഗ്രസിന് വന്നേ പറ്റൂ എന്ന് പറയാൻ കാര്യം നമ്മുടെ കുടുംബത്തിൽ ആൾ അകന്നു മാറി നിന്നാൽ 9 വർഷക്കാലം 10 വർഷക്കാലം ഇനി അത് പറ്റത്തില്ല. വിളിക്കുന്നു, ഐശ്വര്യത്തോട് പോകും. കാരണം ഐശ്വര്യമായ ഒരു ഭരണം കേരളത്തിൽ വരാൻ പോവുകയാണ്. കാരണം ഞാൻ ഒരു കാര്യം പറയാം സാറേ, ഇതുകൂടി കേൾക്കണം. തിരുവനന്തപുരം ജില്ലയില് ഓപ്പറേഷൻ തൂത്തുവാരി BJP എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. അതിന്റെ പ്രതികരണം തീർത്തത് കോൺഗ്രസിന്റെ കൂടെയുള്ളയോ CPM-ന്റെ കൂടെ ദേഷ്യമല്ല. അവര് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവും കാണിച്ച അഴിമതിക്കും ധിക്കാരത്തിലുള്ള മറുപടിയാണ്. ഒരു സീറ്റ് പോലും കേരളത്തിൽ ഇതാമരെ വരില്ല സാറേ, ഒരു സീറ്റ് പോലും. സാറ് കുറിച്ചിട്ടോ 87 സീറ്റ് കോൺഗ്രസ് ഇവിടെ വരും, ബാക്കി സീറ്റ് എല്ലാവരും കൊണ്ടുപോകും. ഇതാണ് എന്റെ വീണ്ടും പറയുന്നത്. മാണി കോൺഗ്രസ് തിരിച്ചു വരണം, ജോസഫും നമുക്കുണ്ടാവണം, എല്ലാവരും ഉണ്ടാവണം, നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടാവണം. ഇതാണ് എന്റെ വ്യക്തമാണ് താങ്കളുടെ ഇടം. അപ്പോൾ ഞാൻ ഗോളാന്തരത്തിനോട് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ യൂട്യൂബ് കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെ കൂടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളോട് ഏറ്റവും സഭ്യമായ ഭാഷ ഉപയോഗിക്കണം. ഇത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വരും. നമ്മൾ സ്നേഹമായിട്ട് പോവില്ല. അപ്പോൾ അതിനിടയിൽ ഈ ഒരു നിലവാരമില്ലാത്ത പ്രയോഗങ്ങൾ ശരിയല്ല. ഓക്കെ, അപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ പറ്റി പറയുന്നു. അപ്പോൾ സ്വർണ്ണലത എന്നോട് ഗൗതമിനെ കുറിച്ച് ചോദിക്കും. നമ്മുടെ ഗൗതം എവിടെ? ഞാനും ആലോചിക്കുകയാണ്. കാസർഗോഡ് നിന്ന് ഗൗതം പിടിച്ചിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ, ഉമേഷ് എന്നോടൊപ്പം ചേരുന്നത് പിന്നെ കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഉമേഷ് എന്ത് കരുതുന്നു? ഈ ജോസഫ് വിഭാഗത്തിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമെന്ന ആശങ്കയാണോ കോൺഗ്രസിലേക്ക് വരാൻ, മാണി വിഭാഗത്തെ വരാൻ അവർ സമ്മതിക്കാത്തതിന്റെ കാരണം? അതെ, അതൊരു വിഷയമാണ്. ഞാൻ മനസ്സിന് ഇന്നലെ അറിയാമല്ലോ. ഇന്നലെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, UDF സംവിധാനം ഇന്ന് പോകുന്ന ഒരു പ്രവർത്തന രീതിക്കനുസരിച്ച് മുൻപോട്ട് പോവുകയാണ്. നല്ല രീതിയിൽ 100 സീറ്റിലധികം വിജയിച്ച് നേടാനാവും എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് ഞാൻ. ഈ മാണി സാറുള്ള കാലഘട്ടത്തിൽ, അതായത് UDF-ന്റെ ഘടകകക്ഷികളിൽ മുഖ്യ ഘടകകക്ഷിയായിരുന്നു മാണി സാറിനെ കോഴമാണി എന്നൊക്കെ വിളിച്ച് ഏറ്റവും ഈ ജോസഫ് കെ മാണി നമ്മളിൽ നിന്ന് അടർന്ന് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന് കരുതി പോയൊരു പ്രബല കക്ഷി, നമ്മളിൽ നിന്ന് അടർന്നു പോയ ഒരു പ്രബല കക്ഷിയാണ് മാണി ഗ്രൂപ്പ്. എന്നിട്ട് അവർ എന്ത് നേടി? കോൺഗ്രസിൽ നിന്ന് അടർന്നു പോയവരൊക്കെ തന്നെ ഇക്കാലത്ത് തിരിച്ചു വന്ന ചരിത്രമേ ഉള്ളൂ. ഇത് വന്നാൽ നല്ലത്. പക്ഷെ വരുന്നത് ഇന്ന് പോകുന്ന മുന്നണി പ്രവർത്തന രീതിക്ക് ക്ഷതമേൽക്കും വിധം ആവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അത് ഇന്നത്തെ പ്രവർത്തന രീതിക്ക് ഇന്ന്, അതായത് UDF-ന് നല്ല മുൻതൂക്കം നൽകുന്നതിന് ക്ഷതമേൽക്കും വിധം ആവരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. നമ്മളെ ഇത് കേൾക്കുന്ന നമ്മളെ UDF-ന്റെ നേതാക്കന്മാർ അടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന്. അതായത് ഞാൻ ഇന്നത്തെ രീതിക്ക് ക്ഷതമേൽക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് അതിനിടയ്ക്ക് ഞാൻ മുൻപ് വിളിച്ച കൂത്തുപറമ്പുകാരനെ കുറിച്ച് നല്ലൊരു മതിപ്പ് തോന്നുന്നു, അദ്ദേഹത്തിനെ കുറിച്ചും. അതേപോലെ തന്നെ മാധ്യമ ലോകത്തിലെ മോഹൻലാലായ താങ്കൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. ഇത് മോഹൻലാൽ അറിയരുത്, അങ്ങ് ഇങ്ങനെ ആളുകൾ പറയുന്നത്. ശരി, ഓക്കെ. ഏതായാലും വളരെ നന്ദി ശ്രീ ഉമേഷ്, കോഴിക്കോട് നിന്നാണ് വിളിച്ചത്. അപ്പോൾ ഷാജി എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നാണ്. ഷാജി. ഹലോ, നമസ്കാരം സാറേ. ശ്രീ ഷാജി എന്ത് കരുതുന്നു? വെള്ളം കോരിയവരും വിറക് വെട്ടിയവരും അധികാരം കിട്ടുമ്പോൾ വഴിമാറിപ്പോകേണ്ട അവസ്ഥയാണോ UDF-ൽ വരാൻ പോകുന്നു ഷാജി? അതും ഒരിക്കലും ഇല്ല സാറേ, അങ്ങനൊന്നും സംഭവിക്കില്ല. നമ്മൾ ഈ കോൺഗ്രസിന്റെ തട്ടകമാണ് ഈ പാല എന്ന് പറയുന്നത്.
കെ എം മാണിയുടെ മോന് LDP പോയതുകൊണ്ട് പുള്ളി സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം നിന്നാലും ജയിക്കാൻ പോകുന്നില്ല. ഉണ്ടയില്ലാത്ത തോക്ക് പോലായി പോവും. നനഞ്ഞ പടക്കമാണ് പുള്ളി ഇപ്പോൾ. കാരണം ഒരു രക്ഷയില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ജയിക്കാൻ പോകുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടെ കണ്ട സംഭവം. അതുകൊണ്ട് പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ തിരിച്ചു വരുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണെങ്കിൽ 100% ജയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.